വഖഫ് ബോർഡ് രൂപീകരിക്കുമ്പോൾ ഈ 2025 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ബാധകം. ഇവിടെ ആദ്യം കുഴപ്പത്തിലാകുന്നത് വഖഫിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത പിണറായി വിജയൻ സർക്കാരായിരിക്കും. കാരണം ഇക്കഴിഞ്ഞ ഡിസംബർ മാസം 19-ാം തീയതി കേരളത്തിലെ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അതിനു മുമ്പ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഡിസംബർ മാസം 19-ാം തീയതി പുതിയ വഖഫ് ബോർഡിന് രൂപം കൊടുക്കാമായിരുന്നു. എന്നാൽ വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ നിയമനം വിവാദമായേക്കും എന്ന് ഭയന്ന് സർക്കാർ മെല്ലെ പോക്ക് നടത്തി. ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടു. പല കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നിലവിലുള്ള ഭരണസമിതിക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ തുടരാൻ ഹൈക്കോടതി അനുമതി കൊടുത്തു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ 12 അംഗങ്ങളാണ് കേരള വഖഫ് ബോർഡിലുള്ളത്. അതിൽ 7 പേരെ തെരഞ്ഞെടുക്കണം, കൂടാതെ 5 പേരെ സർക്കാരിന് നോമിനേറ്റ് ചെയ്യാം. ഇതാണ് വഖഫ് ബോർഡിന്റെ ഇപ്പോഴത്തെ ഘടന. ആ ഘടനയിൽ മാറ്റം വന്നിരിക്കുന്നു. മെയ് 3-ന് പുതിയ വിജ്ഞാപനം വരുമ്പോൾ പുതിയ നിയമം അനുസരിച്ചായിരിക്കും വിജ്ഞാപനം വരിക. അതുകൊണ്ട് തന്നെ പുതിയ വഖഫ് ബോർഡിനെ തെരഞ്ഞെടുക്കുന്നത് പുതിയ നിയമം അനുസരിച്ചാണ്. ഈ പുതിയ നിയമം അനുസരിച്ച് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാവണം. വഖഫ് ബോർഡ് തന്നെ ഷിയാകൾക്ക് വേറെ ഉണ്ടാവും. ഇവിടെ ഷിയാകൾ ഇല്ലാത്തത് കൊണ്ട് ആവശ്യമില്ലായിരിക്കും. അതുപോലെ തന്നെ സർക്കാർ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന അമുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും വഖഫ് ബോർഡ്. ഈ പരീക്ഷണം ആദ്യം നടപ്പിലാക്കുന്നത് കേരളത്തിലാണ്. വാസ്തവത്തിൽ മറ്റെല്ലായിടങ്ങളിലും വഖഫ് ബോർഡ് മുമ്പോട്ട് പോവുകയാണ്. കേരളത്തിന്റെ മെല്ലെ പോക്ക് കാരണം പുതിയ വഖഫ് ബോർഡിനെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യമുണ്ടായി. ആ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ അടുത്ത മാസം 3-ാം തീയതി സംഭവിക്കുന്നത് കൊണ്ട് തന്നെ കേരളമാണ് ആദ്യമായി വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കേണ്ടി വരുന്നത്. വഖഫ് നിയമത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാർലമെന്റ് പാസാക്കി നിലവിൽ വന്ന നിയമം അനുസരിച്ച് മാത്രമേ വഖഫ് ബോർഡിനെ രൂപീകരിക്കാൻ കഴിയൂ. ഇത് നിയമക്കുരുക്കിലേക്ക് മാറാം. പക്ഷേ നിലവിൽ നിയമമുള്ളപ്പോൾ ഹൈക്കോടതികൾക്ക് ഇത് നിഷേധിക്കാൻ സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ വഖഫ് ഭേദഗതി നിയമം മുസ്ലിമുകൾക്കെതിരാണ് എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രമേയം പാസാക്കിയ പിണറായി സർക്കാരിന് തന്നെ വഖഫ് ഭേദഗതി നിയമത്തിന്റെ ആദ്യ നടപടി പൂർത്തിയാക്കേണ്ടി വരും. ആദ്യം അത് നടപ്പിലാക്കുന്നത് കേരളത്തിലാവും എന്നതാണ് വാസ്തവം.